വർഷം പഴക്കമുള്ള ഒരു നിയമം അത് തിരിച്ചു കൊണ്ടുവരാൻ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിൻ്റെ സർക്കാർ ശ്രമിക്കുകയാണ്. ഈ നിയമം എന്ന് പറഞ്ഞാൽ കുടിയേറ്റക്കാരെ സംബന്ധിച്ചൊരു നിയമമാണ്. ഈ നിയമം തിരികെ കൊണ്ടുവന്നാൽ അത് ലോകമെമ്പാടും വലിയ കോളിളക്കം സൃഷ്ടിക്കും എന്നാണ് പല ആൾക്കാരും പറയുന്നത്. എന്താണ് ഈ നിയമം എന്ന് നമുക്ക് നോക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്ത് നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്യുന്നതിനായി സമ്മർദ്ദം ചെലുത്തി വരികയാണ്. അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ, ബ്രസീൽ, എൽ സാൽവഡോർ, മെക്സിക്കോ എന്നിവിടങ്ങൾ ഉൾപ്പെടെ നിരവധി കുടിയേറ്റക്കാരെയാണ് തിരികെ അയച്ചത്. അതേസമയം അമേരിക്കക്കാരല്ലാത്ത ഓരോ വ്യക്തിക്കും ഭീഷണിയാകാൻ സാധ്യതയുള്ള, അതായത് അമേരിക്കക്കാരല്ലാത്ത സകല ആൾക്കാർക്കും അവിടെ ഭീഷണിയാകാൻ സാധ്യതയുള്ള നിയമമാണ് 227 വർഷം പഴക്കമുള്ള ഈ നിയമം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ തന്നെ പല ആൾക്കാരും അവിടെ കച്ചകെട്ടി നിൽക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് ലോകമെമ്പാടും കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു നിയമമാണ്. 1798 ഒരു നിയമമാണ് അദ്ദേഹം തിരികെ കൊണ്ടുവരാൻ പ്രധാനമായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്യഗ്രഹ ശത്രു നിയമം എന്നാണ് ഇതിനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ദേശീയ താല്പര്യത്തിൻ്റെ പേരിൽ അമേരിക്കക്കാരല്ലാത്ത ആരെയും രാജ്യത്ത് നിന്ന് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ പുറത്താക്കാം എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത. 1798 ഈ നിയമം യുദ്ധകാലത്തെ ഉദ്ദേശിച്ചുള്ള ഒരു നിയമമാണ്. ആ സമാനമായിട്ടുള്ള നിയമമാണ് ഇപ്പോൾ ട്രംപ് തിരികെ കൊണ്ടുവരാൻ നോക്കുന്നത്. ഈ നിയമം സാധാരണ സാഹചര്യങ്ങളിൽ ട്രംപ് പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇത് യുദ്ധ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരിക. എന്നാൽ ഇപ്പോൾ സാധാരണക്കാരിലും ഈ നിയമം പ്രയോഗിക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഒരു തർക്കം തന്നെ ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. ഈ നിയമത്തെ വെല്ലുവിളിക്കാനുള്ള തയ്യാറെടുപ്പുകളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്നിരുന്നാലും ട്രംപ് തൻ്റെ ഉദ്ദേശങ്ങളെല്ലാം സാക്ഷാത്കരിക്കുന്നതിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ 1798 ഈ നിയമം ട്രംപ് കൊണ്ടുവന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയും മറ്റേതെങ്കിലും രാജ്യങ്ങളും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കക്കാരല്ലാത്തവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികാരമുണ്ടായിരിക്കുക. അതാണ് ഈ നിയമം പ്രധാനമായിട്ടും പറയുക. 14 വയസ്സും അതിൽ കൂടുതലുമുള്ള ആളുകളുടെ കാര്യത്തിൽ പ്രത്യേകമായി തീരുമാനമെടുക്കാനും അവരെ രാജ്യത്ത് നിന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ, അവർക്കിപ്പോൾ വിസ ഉണ്ടെങ്കിലും അവർക്കിപ്പോൾ പാസ്പോർട്ട് ഉണ്ടെങ്കിലും അവരിപ്പോൾ അമേരിക്കയിൽ കുടിയേറി ലീഗലായിട്ട് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ട്രംപിന് അവരെ പിടിച്ച് പുറത്താക്കാനുള്ള എല്ലാ അധികാരവും ഈ നിയമം നൽകുന്നുണ്ട്. അമേരിക്കയിൽ ധാരാളം ചർച്ചകൾ ഈ നിയമത്തെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.